ഒരു കാലത്തെക്കുറിച്ച് മനസ്സിലാക്കുക, നമ്മുടെ സമൂഹത്തെ തിരിച്ചറിയുക, സമൂഹത്തിൻ്റെ ഗുണഫലങ്ങളെ അനുഭവിക്കുക, സമൂഹത്തിൻ്റെ സംഘർഷങ്ങൾക്ക് പരിഹാരം നൽകുക, നവോത്ഥാനത്തിൻ്റെ കൈത്തിരി ആ വെളിച്ചം അത് കെടാതെ കാത്തു സൂക്ഷിക്കുക, ജീവിതകാലം അടയാളപ്പെടുത്തി തിരിച്ചു പോവുക. ഇതൊക്കെയാണ് എന്നിലും നിങ്ങളിലും അർപ്പിതമായ കർത്തവ്യം എന്ന് പറയുന്നത്. അത് കാലാന്തരത്തിൽ നമ്മളങ്ങനെ നിർവഹിച്ചു പോയിക്കൊണ്ടേയിരിക്കണം. അതിനാണ് നവോത്ഥാനം എന്ന് പറയാം. ഓരോ കാലത്തിനനുസരിച്ച് നമുക്ക് നിർവഹിക്കാൻ കഴിയുന്ന ധർമ്മങ്ങളെ കൃത്യമായി നിർവഹിച്ച് മുന്നോട്ട് പോവുക എന്നത്. നാം ജീവിക്കുന്ന ലോകം അപകടങ്ങളുടെ ഒരു ലോകമാണ്. സംഘർഷങ്ങളുടെയും കലാപങ്ങളുടെയും യുദ്ധങ്ങളുടെയും അസ്പർശതകളുടെയും പരസ്പരമുള്ള വൈരനിര്യാതനത്തിൻ്റെയും ഒരു ലോകമായി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ ഇന്നത്തെ ലോകത്തെ ഭരിച്ചുകൊണ്ടിരിക്കുന്ന പ്രധാനപ്പെട്ട രാഷ്ട്രങ്ങൾ, ഒന്ന് അമേരിക്കയാണ്, മറ്റൊന്ന് ബ്രിട്ടനാണ്, മറ്റൊന്ന് ഇസ്രയേലാണ്. ഞാൻ ആദ്യം പറഞ്ഞ രാഷ്ട്രം ഇപ്പോൾ ചുങ്കം അല്ലെങ്കിൽ നികുതി ആ ടാക്സ് വർധനവ് കൊണ്ടുവന്ന് ഡൊണാൾഡ് ട്രംപിന്റെ അധികാര ആരോഹണത്തിന് ശേഷം ലോകത്ത് വലിയ സാമ്പത്തികമായ മാറ്റങ്ങൾ കടന്നു വരികയാണ്. അപ്പം അതിൻ്റെ സ്വാധീനം എല്ലാ സ്ഥലത്തും ഉണ്ടാവും. കാരണം നാം ജീവിക്കുന്ന ലോകം ഒരു ആഗോളവൽക്കരണത്തിന്റെ ലോകമാണ്. ലോകം മുഴുവൻ ഒരു വിൽപ്പനയുടെ വിനിമയത്തിന്റെ വ്യവഹാരത്തിന്റെ ഒരു അവസ്ഥയിലേക്ക് നമ്മുടെ നാട് എത്തപ്പെട്ടിരിക്കുന്നു. വണ്ടൂരിലെ ഈ സമ്മേളനത്തിന്റെ അലയൊലികൾ ദൃശ്യശ്രാവ്യ മാധ്യമങ്ങളിലൂടെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് മനുഷ്യർ കണ്ടുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് ലോകം എല്ലാ അർത്ഥത്തിലും എല്ലാ മനുഷ്യർക്കും അറിയാനും മനസ്സിലാക്കാനും സാധിക്കുന്ന ഒരു ലോകമായി തീർന്നിരിക്കുന്നു. ഒരു 30 വർഷം മുമ്പ് ഇവിടെ വണ്ടൂരിൽ നമ്മളൊരു സമ്മേളനം സംഘടിപ്പിച്ചാൽ അത് ദൂരദിക്കിൽ നിന്ന് ആ സമ്മേളനത്തെക്കുറിച്ച് ആളുകൾ പറഞ്ഞറിഞ്ഞിട്ട് വേണം മറ്റുള്ളവർ കേൾക്കാൻ. എന്നാൽ ഇന്ന് എല്ലാ മനുഷ്യർക്കും മനസ്സിലാവും. എല്ലാ ആളുകൾക്ക് എത്തിപ്പിടിക്കാൻ അവരുടെ സാങ്കേതിക സംവിധാനം അവരുടെ മുമ്പിലുണ്ട്. അങ്ങനെ ഒരു ലോകത്തെക്കുറിച്ചുള്ള വിശാലമായ ഒരു കാഴ്ചപ്പാട് നമ്മൾക്ക് എല്ലാവർക്കും ഉണ്ടായിരിക്കണം. അമേരിക്കയിലെ മീരൻ എന്ന് പറയുന്ന ഡൊണാൾഡ് ട്രംപിന്റെ സാമ്പത്തിക ഉപദേഷ്ടാവിന്റെ നിർദ്ദേശപ്രകാരം അദ്ദേഹം പുതിയ ശ്രമങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിൽ പ്രധാനപ്പെട്ട ഒന്ന്, അമേരിക്കൻ കുടിയേറ്റക്കാരെ ആ നാട്ടിൽ നിന്ന് ഇപ്പോൾ പറഞ്ഞയച്ചുകൊണ്ടിരിക്കുകയാണ്. കുടിയേറ്റക്കാർ ഈ നാട്ടിൽ വേണ്ട, കച്ചവടങ്ങൾക്ക് അമിതമായ പണം ഈടാക്കുന്നു, സൈനിക സമ്പത്ത്, ആ സൈനിക പ്രവർത്തനങ്ങൾക്ക് വലിയ തോതിൽ പണം ചെലവഴിക്കുന്നു. അപ്പൊ എന്ത് സംഭവിക്കും? ഡൊണാൾഡ് ട്രംപിന്റെ ഒരു പ്രസ്താവനയുടെ സ്വാധീനം ഈ നാട്ടിലുണ്ടാവും, ഇന്ത്യയിൽ സ്വാഭാവികമായി ഉണ്ടാവും. കാരണം ഡൊണാൾഡ് ട്രംപിന്റെ ഏറ്റവും അറിയപ്പെടുന്ന, അദ്ദേഹത്തിന്റെ വലതുഭാഗത്ത് നിൽക്കാൻ സാധിക്കും വിധമുള്ള എല്ലാ അധർമ്മങ്ങളുടെയും കൊടിപിടിക്കുന്ന ഒരു രാജാവാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി എന്ന് പറയുന്നത്. അതുകൊണ്ട് അവർ തമ്മിലുള്ള ഒരു ഐക്യ ബോധമുണ്ട്, അവർ തമ്മിലുള്ള ഒരു പരസ്പരമുള്ള അടുപ്പമുണ്ട്. അതിനെക്കുറിച്ച് പ്രിയപ്പെട്ടവരെ നമ്മൾ തിരിച്ചറിയണം. നമ്മുടെ നാട്ടിലെ കാർഷിക രംഗത്ത് ഉണ്ടാക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന കോർപ്പറേറ്റ് വൽക്കരണം അമേരിക്കയെ പിൻപറ്റുന്ന അതേ രൂപത്തിലേക്കാണ് കടന്നു പോകുന്നത്. നിങ്ങൾക്കറിയോ, 1400 കേന്ദ്രങ്ങൾ അമേരിക്കയിലെ പല സ്ഥലങ്ങളിലുമായി 1400 കേന്ദ്രങ്ങളിലാണ് അമേരിക്കൻ ഭരണകൂടത്തിനെതിരെ വലിയ സമരങ്ങൾ ഉണ്ടായത്. എല്ലാം ഡൊണാൾഡ് ട്രംപിനെതിരെയുള്ള ശക്തമായ മുദ്രാവാക്യങ്ങളായിരുന്നു. ലോകത്തെ യുദ്ധങ്ങൾ ആവിഷ്കരിച്ചും മനുഷ്യവേട്ട നടത്തിയും വർഗീയതയും വംശീയതയും ഉൽപ്പാദിപ്പിച്ചുകൊണ്ട് ചിത്രതയുണ്ടാക്കുന്ന ഒരു ജോലി അമേരിക്കൻ സാമ്രാജ്യത്വം ഇപ്പൊ നടത്തിക്കൊണ്ടിരിക്കുന്നു. ഇപ്പൊ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ പെഹൽഗാം യുദ്ധത്തിന്റെ പോലും ചില മാധ്യമ വാർത്തകൾ വിരൽ ചൂണ്ടുന്നത് ഇന്ത്യയെയും പാകിസ്ഥാനെയും തമ്മിലടിപ്പിച്ച് ചൈനയ്ക്ക് പ്രകോപനമുണ്ടാക്കുക എന്ന ഒരു രാഷ്ട്രീയ തന്ത്രം ഡൊണാൾഡ് ട്രംപ് അമേരിക്കയുടെ രാഷ്ട്രീയം ആവിഷ്കരിക്കുന്നു എന്ന വാർത്തകളിലൂടെയാണ് നാം കടന്നു പോകുന്നത്. ചൈന മിണ്ടിയിട്ടില്ല, ചൈനയുടെ ഔദ്യോഗിക വക്താക്കളൊന്നും സംസാരിച്ചിട്ടില്ല. പക്ഷേ അങ്ങനെ ഒരു പ്രവർത്തനമുണ്ട്. കാരണം ലോക മാർക്കറ്റിന്റെ മുമ്പിൽ ചൈന മുമ്പിൽ നിൽക്കുകയാണ്. എല്ലാ വിൽപ്പനകളുടെ മുമ്പിലും ചൈനയാണ്. അതുകൊണ്ട് ചൈനയെ ഒന്ന് പ്രൊവോക്ക് ചെയ്യണം, അവരെ പെട്ടെന്ന് ഒരു യുദ്ധത്തിന്റെ ഒരു മുന്നണിയിലേക്ക് ചൈനയെ കൊണ്ടുവരണം എന്ന ഒളി അജണ്ടയുടെ ഭാഗമായിട്ടാണ് പഹൽഗാം അക്രമം പോലും ഉണ്ടായത് എന്ന് മാധ്യമപ്രവർത്തകർ വിധി എഴുതുന്ന ഒരു കാലത്തിലൂടെ നമ്മൾ മുന്നോട്ട് പോവാണ്. ഇത് ഒരു ഭാഗത്ത് നടന്നുകൊണ്ടിരിക്കുമ്പോൾ ലോകത്തെ ശക്തമായ ഏറ്റവും വർഗീയവും ഏറ്റവും വംശീയവും മനുഷ്യനെ പരസ്പരം തല്ലിപ്പിക്കുന്ന വർഗീയത ഉൽപ്പാദിപ്പിക്കുന്ന 3 പ്രത്യയശാസ്ത്രങ്ങൾ വളരെ ഡൈനാമിക്കായി നിലനിൽക്കുന്നു. അതൊന്ന് സാമ്രാജ്യത്വമാണ്, മറ്റൊന്ന് സയോണിസമാണ്, മറ്റൊന്ന് ഫാഷിസമാണ്. 27,000 കുഞ്ഞുങ്ങളെ ഫലസ്തീനിൽ കൊന്നുതള്ളിയ സയോണിസ്റ്റ് ഭീകരത ലോകത്ത് നിലനിൽക്കുന്നു. അതിന്റെ മുമ്പിൽ ലോസ് ഏഞ്ചൽസിൽ പടർന്നു കയറിയ കാട്ടുതീയുടെ അതിന്റെ സ്വാധീനം ഇന്നും അമേരിക്കയിലുണ്ട്. എലോൺ മസ്കിനെ പോലെ ലോകത്ത് രമ്യഹർമ്മങ്ങൾ ഉയർത്തപ്പെട്ട വലിയ വലിയ സെലിബ്രിറ്റികളുടെ വീടുകൾ അഗ്നിക്ക് ഇരയാക്കിയപ്പോൾ അവർ ചിന്തിക്കേണ്ടതായിരുന്നു. പിന്നീട് ആ കാട്ടുതീ നമ്മൾ കാണുന്നത് ഇസ്രയേലിലാണ്. ഇസ്രയേലിന്റെ മനോഹരമായ നഗരമായ ഹൈഫയുടെ പല ഭാഗങ്ങളിലേക്കും ആ കാട്ടുതീ പകർന്നതിന്റെ വാർത്തകൾ നമ്മൾ കണ്ടു. എന്താണിത്? തീ കൊണ്ട് അവർ പരീക്ഷിക്കപ്പെടുകയാണ്. ഇതൊരു പരീക്ഷണമാണ്. ഒരു ജീവി മരിച്ചാൽ, ഒരു മനുഷ്യൻ മരിച്ചാൽ, ഒരു സമൂഹം ഭയവിഹ്വലമായ അവസ്ഥയിലെത്തിപ്പെട്ടാൽ അതൊരു പരീക്ഷണമാണ് എന്ന് നമ്മൾ തിരിച്ചറിയണം. അതുകൊണ്ട് ഈ വണ്ടൂർ മുജാഹിദ് സമ്മേളനത്തിൽ നമ്മുടെ മനസ്സിൽ കടന്നു വരേണ്ട പ്രധാനപ്പെട്ട ഒരാശയം, ഈ ലോകത്തിന്റെ 3 രാഷ്ട്രീയ പ്രത്യയശാസ്ത്രങ്ങൾക്കെതിരെ ആശയപരമായി നമ്മൾ ഒന്നിക്കണം. ഒന്ന് സാമ്രാജ്യത്വം, മറ്റൊന്ന് സയോണിസം, മറ്റൊന്ന് ഫാഷിസം. ഇറ്റാലിയൻ ഫിലോസഫറായ അന്റോണിയോ നെഗ്രി, അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട ഒരു തിയറി ഉണ്ട്. അദ്ദേഹം പറയുന്നുണ്ട്, ബയോപൊളിറ്റിക്സ് ഓഫ് മാഗ്നിറ്റ്യൂഡ്. ലോകത്തെ ഭരിച്ചു മുടിക്കാൻ തീരുമാനിച്ച ഈ സാമ്രാജ്യത്വ ഫാസിസ്റ്റ് ശക്തികൾക്കെതിരെ ലോകം ഒന്നാകുന്ന ഒരു രാഷ്ട്രീയത്തെ നമ്മൾ മുന്നിൽ കാണണമെന്ന് വർഷങ്ങൾക്ക് മുമ്പ് ഇറ്റാലിയൻ ദാർശനികരായ അന്റോണിയോ നെഗ്രി അദ്ദേഹത്തിന്റെ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്. അവിടേക്ക് ലോകം ചലിച്ചുകൊണ്ടിരിക്കുകയാണ്.
അതുകൊണ്ടാണ് 1400 കേന്ദ്രങ്ങളിൽ ഡൊണാൾഡ് ട്രംപിനെതിരെ വലിയ മുദ്രാവാക്യങ്ങൾ, അവകാശ നിഷേധങ്ങൾക്കെതിരെ അവകാശവാദങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഈ ലോകത്തെ ഭരിച്ചു മുടിക്കാൻ തീരുമാനിക്കുന്ന ഒരു വൻ ശക്തികൾക്കെതിരെ ഒരു മതേതര അല്ലെങ്കിൽ ജനാധിപത്യ ബോധം എവിടെയെല്ലാം ഉണ്ടോ അതൊരു ഒരു യൂണിവേഴ്സൽ ഫിനോമിനയാണ്. ലോകം മുഴുവൻ അലയടിക്കുന്ന രണ്ട് ചിന്തയാണത്. ഇത് അലയടിക്കുന്ന മനുഷ്യർ മുഴുവൻ ലോകത്തിന്റെ എല്ലാ ശക്തികളെയും പ്രതിരോധിക്കുന്ന ഒരു ലോകത്തിലൂടെയാണ് നാം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. മാത്രമല്ല നമ്മുടെ ഇന്ത്യ മുമ്പെങ്ങും കണ്ടിട്ടില്ലാത്ത വിധം അവിടെ ഡൊണാൾഡ് ട്രംപ് തന്റെ നാട്ടിലെ കുടിയേറ്റക്കാരെ പറഞ്ഞേക്കുമ്പോ, തന്റെ നാട്ടിലേക്ക് കുടിയേറി പാർത്ത മനുഷ്യരെ പറഞ്ഞേക്കുമ്പോ നമ്മുടെ നാടിന്റെ നേതാക്കന്മാർ, സംഘപരിവാരത്തിന്റെ രാഷ്ട്രീയം ഇന്ത്യയിൽ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന നരേന്ദ്രമോദിയും സംഘവും, അവർ നമ്മുടെ നാട്ടിൽ നിന്ന് ഇവിടെ ജനിച്ച് ജീവിച്ച് ഈ നാടിന് വേണ്ടി പോരടിച്ച സമൂഹത്തെ ആട്ടിയോടിക്കുകയാണ്. ഞാൻ ഈ സംസാരിക്കുന്നത് കമ്പളത്തിന്റെ വരികൾ മുഴങ്ങുന്ന ഒരു നാടാണിത്. ഏറനാട്ടിലെ ധീരമക്കള് ചോര ചിന്തിയ നാട്ടില്, ചീറിടും പീരങ്കികൾക്ക് മുന്നില് മാറുകാട്ടിയ നാട്ടില് എന്ന് കമ്പളത്ത് ഗോവിന്ദൻ എഴുതിയ വീര ധീര ദേശാഭിമാനികളെ പടുത്തുയർത്തിയ ഒരു നാട്ടിൽ നിന്നുകൊണ്ടാണ് ഞാൻ ഈ കാര്യം സംസാരിക്കുന്നത്. നമ്മൾ ആലോചിച്ച് നോക്കൂ, നരേന്ദ്രമോദി നമ്മുടെ നാട്ടിൽ ജീവിക്കുന്ന മുസ്ലിങ്ങളെ, ന്യൂനപക്ഷങ്ങളെ, ഇതര ദളിത് വിഭാഗങ്ങളെ മുഴുവൻ ഇല്ലാതെയാക്കാനുള്ള ശ്രമങ്ങൾ നടത്തുമ്പോൾ ഡൊണാൾഡ് ട്രംപ് ആ നാട്ടിലേക്ക് കുടിയേറി പാർത്ത മനുഷ്യരെ ആട്ടിയോടിക്കുന്ന വല്ലാത്ത ഒരു ബാന്ധവം, വല്ലാത്ത ഒരു രാഷ്ട്രീയമായ ബാന്ധവം ഇവർ തമ്മിൽ ഉണ്ട്. പ്രിയപ്പെട്ടവരെ, ഇത് നമ്മൾ തിരിച്ചറിയണം. അതുകൊണ്ട് ഈ 3 പ്രത്യയശാസ്ത്രങ്ങൾക്കെതിരെ ശക്തമായ മാനവിക ആശയപരമായ പോരാട്ടത്തിന് നമ്മൾ ഒരുമിച്ച് നിൽക്കേണ്ടതുണ്ട്. മറ്റൊന്ന്, നമ്മുടെ നാടിനെ, ഇന്ത്യയെ തകർക്കുകയാണ് ഇന്ത്യൻ ഭരണകൂടം. എല്ലാ അർത്ഥത്തിലും തകർക്കുന്നു. നരേന്ദ്രമോദി അധികാരത്തിൽ വരുമ്പോൾ അദ്ദേഹം ഇന്ത്യയുടെ 1ാമത്തെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി അബുൽ കലാം ആസാദിനെ ആദ്യമായി ആക്രമിച്ചു. ഇൻ സ്പൈറ്റ് ഓഫ് ബീങ് എ മുസ്ലിം ഹി ഈസ് ഗുഡ്. അദ്ദേഹം ഒരു മുസൽമാനാണ്, എന്നാലും അദ്ദേഹം നല്ലവനാണ്. ആ പ്രസ്താവനയുടെ ഉള്ളിലേക്ക് നമ്മൾ ചിന്തിച്ചാൽ ഭീകരമായ, ഈ രാജ്യത്ത് മതേതര ജനാധിപത്യ മൂല്യങ്ങൾക്ക് വേണ്ടി നിലകൊണ്ട ഇന്ത്യയായും പാകിസ്ഥാനുമായി നിൽക്കുന്ന ഒരു കാലത്ത് മുഹമ്മദ് അലി ജിന്നയോട് ആശയപരമായി പോരാടി ഹിന്ദുസ്ഥാനിന് വേണ്ടി വാദിച്ച അബുൽ കലാം ആസാദിനെ അദ്ദേഹം മുസ്ലിമാണെങ്കിലും നല്ലവനാണ് എന്ന് പറഞ്ഞ പ്രസ്താവനയിൽ തുടങ്ങിയിട്ട് ഈ രാജ്യത്തെ വർഗീയവൽക്കരിക്കുന്ന ചരിത്രത്തിലൂടെയാണ് ഈ നാട് കടന്നുപോയത്. എന്തെല്ലാം ഉണ്ടായി? നമ്മുടെ നാടിനെ മുഴുവൻ കോർപ്പറേറ്റുകൾക്ക് കൊടുത്തു. ആദ്യം നമ്മൾ കണ്ടത് ഇന്റലക്ച്വൽ ഫാസിസം ആയിരുന്നു. പിന്നീട് നമ്മൾ കണ്ടത് മിലിറ്റന്റ് ഫാസിസമാണ്. ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കോർപ്പറേറ്റ് ഫണ്ടഡ് ഫാസിസം. ഇപ്പോൾ അതിനുശേഷം, കോർപ്പറേറ്റ് ഫണ്ടഡ് ഫാസിസത്തിന് ശേഷം ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ രാജ്യത്ത് വഖഫ് നിയമം കൊണ്ടുവരുന്നു. വഖഫ് ഭേദഗതി ബില്ല് കൊണ്ടുവരിക. ആ ബില്ല് കൊണ്ടുവരുമ്പോൾ ഈ രാജ്യത്തിന്റെ ചരിത്രത്തിലേക്ക് നമ്മളൊക്കെ ഒന്ന് സഞ്ചരിക്കണം. എന്താണ് ഇന്ത്യ? ഇന്ത്യയുടെ സമ്പത്ത് എന്താണ്? ഇന്ത്യയുടെ ചരിത്രം എന്താണ്? ഇന്ത്യ ഭരിച്ചത് ആരാണ്? ഇന്ത്യയുടെ നേട്ടങ്ങൾക്ക് പിന്നിലുണ്ടായ കർമ്മകാണ്ഡം ആരുടെ പ്രവർത്തനം കൊണ്ടാണ്? ഇതെല്ലാം മനസ്സിലാകുന്ന ഒരാൾക്കാണ് വഖഫ് ഭേദഗതി ബില്ല് കൊണ്ടുവന്ന് ഈ രാജ്യത്തെ മുസ്ലിം ജനവിഭാഗത്തിന്റെ ഏറ്റവും വലിയ അസ്തിത്വബോധത്തെ, അവരുടെ ആധാറുകളെ, അവരുടെ അടയാളങ്ങളെ ദുർബലപ്പെടുത്താൻ ഇവിടുത്തെ ഫാസിസ്റ്റ് ഗവൺമെന്റ് ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിനെതിരെ ഒരു രാഷ്ട്രീയ ബോധം, ഒരു പൊളിറ്റിക്കൽ കോൺഷ്യസ്നസ്, ഒരു രാഷ്ട്രീയമായ അവബോധം നമ്മുടെ മുമ്പിൽ സൃഷ്ടിക്കപ്പെടേണ്ടതുണ്ട്. ഇന്ത്യയിലെ 2ാമത്തെ സ്വത്താണ് വഖഫ് എന്ന് പറഞ്ഞാൽ. ഏറ്റവും കൂടുതൽ ഇന്ത്യയുടെ മണ്ണളന്നാൽ അതിൽ 2ാമത് വരുന്ന സ്വത്ത് വഖഫ് സ്വത്താണ്. അതിലെ ഏറ്റവും ചില പ്രധാനപ്പെട്ട സ്ഥലങ്ങൾ, ഇപ്പോൾ ഡൽഹി ഒരാൾ പോയാൽ അദ്ദേഹം പോകുന്ന ഒരു സ്ഥലമാണ് ഹുമയൂൺ ടോംബ്. ഹുമയൂൺ ആ പേര് ഒരു മുസ്ലിം പേർഷ്യൻ പേരാണ്. ഹുമയൂൺ ടോംബ്, ഹുമയൂണിനെ കബറടക്കിയിരിക്കുന്ന അദ്ദേഹത്തിന്റെ കബറിടം, അദ്ദേഹത്തിന്റെ അവസാനത്തെ വാസസ്ഥാനം. ആ ഹുമയൂൺ ടോംബിന്റെ അകത്ത് ഒരു പള്ളിയുണ്ട്. അത് ദിനേന തുറന്നു കൊടുക്കില്ല. അത് വിശേഷ ദിവസങ്ങളിൽ, വെള്ളിയാഴ്ചകളിൽ, പെരുന്നാളിന്റെ അന്ന് ആ പള്ളി തുറന്നു കൊടുക്കും. താജ്മഹൽ എങ്ങനെയാണോ അതുപോലെ മനോഹരമാണ് ഹുമയൂൺ ടോംബ്. ശശി തരൂർ അദ്ദേഹത്തിന്റെ ഇന്റർവ്യൂവിൽ പറയുന്നുണ്ട്, താജ്മഹലിനേക്കാൾ ചിലപ്പോൾ മനോഹരമെന്ന് തോന്നിക്കുന്ന ഒന്നാണ് ഹുമയൂൺ ടോംബ്. വളരെ അടുത്ത കാലത്ത് ഒരു ബ്രിട്ടീഷ് കമ്പനി അതിന്റെ റിനോവേഷൻ ഏറ്റെടുത്തു. താജ്മഹലിലേക്ക് ഒഴുകുന്ന 80% വരുന്ന ടൂറിസ്റ്റുകൾ ഹുമയൂൺ ടോംബിൽ എത്താറുണ്ട്. ഈ രാജ്യത്തിന്റെ മുഗൾ പാരമ്പര്യത്തിന്റെ, മുസ്ലിം പൈതൃകത്തിന്റെ ശക്തമായ ഉയർന്നു നിൽക്കുന്ന ഇടമാണ് ഹുമയൂൺ ടോംബ്. ആ ഹുമയൂൺ ഈ രാജ്യം ഭരിച്ച ആളാണ്, ഇന്ത്യ ഭരിച്ച ആളാണ്. 1000 കൊല്ലക്കാലം ഇവിടെ മുഗൾ ചക്രവർത്തിമാർ ഭരിച്ചു. ഒരൊറ്റ വർഗീയ ലഹളയില്ല, ഒരു വയലൻസ് ഇല്ല, കമ്മ്യൂണൽ വയലൻസ് ആ 1000 കൊല്ലം ഇന്ത്യയിൽ ഉണ്ടായില്ല. ഹുമയൂൺ യുദ്ധം ചെയ്തിട്ടുണ്ട്, ഹുമയൂൺ പോരാടിയിട്ടുണ്ട്. ഷേർഷാ എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ ശത്രുവിനെതിരെ അദ്ദേഹം യുദ്ധം നയിച്ചിട്ടുണ്ട്. അത് അധികാര യുദ്ധമായിരുന്നു, വംശീയ യുദ്ധമായിരുന്നില്ല. അത് അധികാര യുദ്ധമായിരുന്നു, വംശീയ വർഗീയ യുദ്ധമായിരുന്നില്ല. ആ ഹുമയൂൺ ടോംബ് മുഗളന്മാരുടെ സംഭാവനയാണ്. എത്ര ഫത്തേപൂർ സിക്രി മുഗൾമാരുടെ സംഭാവനയാണ്. ഉയർന്നു നിൽക്കുന്ന അമ്പരചുംബികളായ കെട്ടിടങ്ങൾ, കുത്തബ് മിനാർ, താജ്മഹൽ എല്ലാം മുഗൾമാരുടെ സംഭാവനയാണ്. ഇന്ത്യയിലെ അറിയപ്പെടുന്ന ലോകത്തിലെ പ്രധാനപ്പെട്ട 10 പൂന്തോട്ടങ്ങൾ എടുത്താൽ ഇന്ത്യയിൽ വിരിയുന്ന എല്ലാ പൂക്കളും, വിദേശ നാടുകളിൽ നിന്ന് ഇന്ത്യയുടെ കാലാവസ്ഥയ്ക്ക് അനുഗുണമായി വിരിയുന്ന എല്ലാ പൂക്കളുമുള്ള ഒരേ ഒരു മലർവനി, അത് രാഷ്ട്രപതി ഭവന്റെ മുമ്പിലുള്ള മുഗൾ ഗാർഡൻസ് ആണ്. അതിന്റെ പേര് മാറ്റി, ഇപ്പൊ അതിന്റെ പേര് അമൃതോദ്യാൻ എന്നാണ്. അമൃതോദ്യാൻ രാജ്യത്തിന്റെ പല നാമങ്ങളും മാറ്റിയിട്ട് ഈ വർഗീയത സകല സ്ഥലങ്ങളിലും പ്രചരിപ്പിക്കുകയാണ്. നരേന്ദ്രമോദി പോകുന്നത് ഇസ്രായേലിലേക്കാണ്. മനുഷ്യത്തുള്ള ഒരാള് ഇസ്രായേലിൽ പോവോ? ഹൃദയമുള്ള ഒരാള് ഇസ്രായേലിൽ പോവോ? ഫലസ്തീനിന്റെ വിമോചന കവി മെഹമ്മൂദ് ദർവീഷ് പാടിയിട്ടുണ്ട്, അവസാനത്തെ ആകാശവും നഷ്ടപ്പെട്ടാൽ ഈ പറവകൾ എങ്ങോട്ട് പോകും? 56,000 മനുഷ്യരെ കൂട്ടക്കുരി നടത്തിയ, അതിൽ 27,000 കുഞ്ഞുങ്ങളെ കൊന്നുതള്ളിയ നരാധമന്മാർ ആധുനിക ചരിത്രത്തിന്റെ ഏടുകളിൽ കണ്ണീർ കണങ്ങൾ എഴുതി വെച്ചുകൊണ്ട് നൊമ്പരപ്പാടുകൾ സൃഷ്ടിച്ച ഒരു ഇസ്രായേൽ സയോണിസ്റ്റ് ഭരണകൂടത്തിന്റെ നാട്ടിലേക്ക് നരേന്ദ്രമോദി കടന്നുപോയി തിരിച്ചു വരുമ്പോൾ അദ്ദേഹം ഇന്ത്യയിലെ ഡൽഹിയിൽ പണ്ടിൽ ജവഹർലാൽ നെഹ്റു താമസിച്ചിരുന്ന തീൻമൂർത്തി ചൗക്കുണ്ട്, അതിന്റെ പേര് മാറ്റിയിട്ട് തീൻമൂർത്തി ഹൈഫ എന്നാക്കി.
അങ്ങനെ നൂറുകണക്കിന് പേരുകൾ ഇന്ത്യയിൽ മാറ്റി. ഇന്ത്യയുടെ മുസ്ലിം സ്വത്വബോധത്തെ ഇല്ലാതെയാക്കാൻ, നിർവീര്യമാക്കാൻ നിരന്തരമായ അജണ്ടകൾ ഉൽപ്പാദിപ്പിക്കുകയാണ്. നമ്മൾ ആലോചിച്ച് നോക്കണം. RSS ഇന്ത്യയിൽ ഒരു ഫൗണ്ടേഷൻ ഉണ്ട്. ആ ഫൗണ്ടേഷന്റെ പേര് വിവേകാനന്ദ ഫൗണ്ടേഷൻ എന്നാണ്. ഇന്ത്യയിലെ UPA സർക്കാരിനെ അധികാരത്തിൽ നിന്ന് താഴെ ഇറക്കാൻ അഴിമതിയുടെ പേര് പറഞ്ഞ് ഇവിടുത്തെ വിവേകാനന്ദ ഫൗണ്ടേഷനെ ശക്തമായ മാധ്യമങ്ങളുടെ മുമ്പിൽ കൊണ്ടുവന്നുകൊണ്ട് ഇന്ത്യയുടെ ബൗദ്ധികമായ ഇടമാണ് വിവേകാനന്ദ ഫൗണ്ടേഷൻ എന്ന പ്രചണ്ഡമായ പ്രചാരണം നടത്തി അധികാരത്തിൽ കയറി വന്ന് നമ്മൾ ഈ സമ്മേളനം നടത്തുന്ന സമയം വരെ ഈ രാജ്യത്തിന്റെ എത്രയേറെ സ്ഥലങ്ങളിലാണ് ഭയമുള്ളത്. ഒരുപാട് സ്ഥലങ്ങളിൽ. ഡൊണാൾഡ് ട്രംപിന്റെ അമേരിക്കയിൽ യൂണിവേഴ്സിറ്റികളിൽ വിദ്യാർത്ഥികൾ പേടിച്ചു പറക്കുകയാണ്. അതേ അവസ്ഥയാണ് ഇന്ത്യയിലെ പല യൂണിവേഴ്സിറ്റികളിലും എന്ന് പ്രിയപ്പെട്ടവരെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പഹൽഗാം നമ്മൾ കാണുന്നു. പാക് ഇന്ത്യ യുദ്ധം, വാർ, വെപ്പണുകൾ ഉപയോഗിച്ചുകൊണ്ട് മനുഷ്യനെ വേട്ടയാടുന്ന ഒരു അവസ്ഥയിലേക്ക് നാട് കടന്നു പോകുന്നു. നമ്മൾ എന്ത് നിലപാട് സ്വീകരിക്കണം? ഒരു മുസ്ലിമിന്റെ നിലപാട് അവൻ നാടിന് വേണ്ടി പ്രാർത്ഥിക്കണം എന്നതാണ്. നാടിന് വേണ്ടി പ്രാർത്ഥിക്കണം. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഒരു പ്രാർത്ഥന, റബ്ബി ജഅൽ ഹാദാ ബലദൻ ആമിനൻ, അല്ലാഹു എന്റെ നാട്ടിൽ നിർഭയത്വം ഉണ്ടാകണമേ എന്നാണ്. നിർഭയത്വം ഉണ്ടാകണം. പഹൽഗാമിൽ മനുഷ്യരെ ഭീകരർ വെടിയേറ്റു വീഴ്ത്തിയിട്ട് സൗദി അറേബ്യയിൽ നരേന്ദ്രമോദി ഇന്ത്യയിൽ പ്ലെയിൻ ഇറങ്ങിയിട്ട് അദ്ദേഹം നേരെ പോകുന്നത് ഒരു ഇലക്ഷനിൽ പ്രസംഗിക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ ആലോചിച്ച് നോക്കുക. ഒരു ഇലക്ഷനിൽ പ്രസംഗിക്കാൻ വേണ്ടിയിട്ടാണ്. രാജ്യത്തിന്റെ കാവൽ ഭടന്മാർ രാജ്യത്തെ വിറ്റും മുടിച്ചും ഇവിടെ വർഗീയത പ്രചരിപ്പിച്ചും ഈ നാടിനെ ഇല്ലാതെയാക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ, നമ്മൾ ഈ നാടിന്റെ നന്മ നിറഞ്ഞ ഒരു രാഷ്ട്രീയ പരിതസ്ഥിതിയിലേക്ക് ഈ നാട് പരിവർത്തിപ്പിക്കും വിധമുള്ള ഒരു രാഷ്ട്രീയ പ്രബുദ്ധത നമ്മുടെ മനസ്സിൽ നമ്മൾ സൃഷ്ടിച്ചെടുക്കേണ്ടതുണ്ട്. നമ്മൾ ആലോചിച്ച് നോക്കണം. ഒരു മുസൽമാന്റെ മനസ്സ് എപ്പോഴും ഖുർആനുമായി ബന്ധിക്കപ്പെട്ട് നിൽക്കണം. ഒരു മുസൽമാന്റെ മനസ്സ് പ്രവാചകന്റെ ഒരു പ്രാർത്ഥന തന്റെ നാടിന് വേണ്ടിയിട്ടാണ്. അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ മദീനത്തിനാ, അല്ലാഹുവേ മദീനയിൽ ബർക്കത്ത് ചൊരിയണമേ എന്നാണ്. പ്രവാചകന്റെ മറ്റൊരു പ്രാർത്ഥന, അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ യമനിനാ വശാമിനാ, യമന്റെ മുകളിലും ഷാമിന്റെ മുകളിലും നീ ബർക്കത്ത് ചൊരിയണമേ എന്നാണ്. നമ്മുടെ നാട്ടിൽ മണിപ്പൂരിൽ സ്ത്രീകളെ പൂർണ്ണ നഗ്നകളാക്കിക്കൊണ്ട് പീഡിപ്പിച്ച, മണിപ്പൂരിലെ സുഗുളു ഗ്രാമത്തെ തീയിട്ട് കരിച്ച് ചുട്ടുകളഞ്ഞ, ഈ രാജ്യത്ത് ഉത്തരേന്ത്യയിലെ ഒരു ഗ്രാമത്തിൽ നിന്ന് മറ്റൊരു ഗ്രാമത്തിലേക്ക് ഒരു പാവപ്പെട്ടവന് നടന്നു പോകാൻ സാധിക്കാത്ത വിധം ഈ രാജ്യത്തിന്റെ മണ്ണിൽ വംശീയതയുടെ വർഗീയതയുടെ വിഷവിത്തുവാകിയിട്ട് ഈ രാജ്യത്ത് അധികാര സ്ഥാനങ്ങൾ ഉറപ്പിക്കാൻ പരിശ്രമിക്കുന്നവർക്കെതിരെ ഒരു പൊളിറ്റിക്കൽ കോൺഷ്യസ്നസ് ഓരോ മുജാഹിദിനും ഉണ്ടാകേണ്ടതുണ്ട് പ്രിയപ്പെട്ടവരെ. അതാണ് കാലം നമ്മളോട് ആവശ്യപ്പെടുന്നത്. നമ്മൾ എല്ലാ അർത്ഥത്തിലും വികസിച്ചു നിൽക്കുന്ന ആശയ പ്രബുദ്ധമായ ആദർശ സമ്പന്നമായ ഒരു പ്രസ്ഥാനമായി കിതയ്ക്കാതെ തുടിച്ച് അതിശക്തമായ ആശയപരമായ അടിത്തറയിൽ മുന്നിൽ നിൽക്കാൻ നമ്മൾ ഈ സമൂഹത്തിന്റെ മുന്നിൽ ഉണ്ടാവണം. അതാണ് നമ്മുടെ നേതൃത്വം, ഇസ്ലാഹിന്റെ നേതൃത്വം നമ്മളോട് പറഞ്ഞത് അതായിരുന്നു. 100 വർഷം പിന്നിടുന്ന ഈ പ്രസ്ഥാനത്തിന്റെ ഉജ്ജ്വലമായ ജൈത്രയാത്രയിൽ അതിന് നേതൃപരമായ പങ്കുവഹിച്ചവരെല്ലാം ഈ പ്രബുദ്ധത കാത്തുസൂക്ഷിച്ചവരാണെന്ന് നമ്മൾ തിരിച്ചറിയണം. മാത്രമല്ല, നമ്മുടെ നാട് കേരളത്തിന്റെ ഒരു അവസ്ഥ എന്ന് പറയുന്നത് അതിഭീകരമാണ്. ഒരു സോഷ്യോളജിക്കൽ സർവേയിൽ പറയുന്നത് ഇന്ത്യയിലെ ഏറ്റവും ടോക്സിക് ആയ ഒരു സ്ഥലമാണ് കേരളം. ഏറ്റവും കൂടുതൽ വൈറസ് ഔട്ട്ബ്രേക്ക് ഉണ്ടാകുന്ന സ്ഥലം, നിപ്പയുടെ 2ാമത്തെ ഔട്ട്ബ്രേക്ക് ഉണ്ടായ സ്ഥലം കേരളമാണ്. ഒരു പ്രളയത്തിന് പെട്ടെന്ന് ചാൻസ് ഉള്ള ഒരു സ്ഥലം കേരളമാണ്. വയനാട്ടിലെ ചൂരൽമലയും തൊട്ടപ്പുറത്ത് ഏതാനും മിനിറ്റുകൾ യാത്ര ചെയ്താലെത്തുന്ന ഭൂതാനവും താമരശ്ശേരിയിലെ കട്ടിപ്പാറയും അതിനപ്പുറത്തുള്ള കുറ്റ്യാടിയും നമ്മളോട് പറഞ്ഞു തരുന്ന അനവധിയായ ദുരന്തങ്ങളുണ്ട്. ഈ ദുരന്തങ്ങൾക്ക് ശേഷം നമ്മൾ കാണുന്നത് മനുഷ്യനുണ്ടാക്കുന്ന ദുരന്തമാണ്. മനുഷ്യനുണ്ടാക്കുന്ന ദുരന്തം എന്താണത്? ലഹരിയാണ്. ഈ ലോകത്തെ 2 പ്രധാനപ്പെട്ട ദുരന്തങ്ങൾ, ഒന്ന് വയലൻസ്, മറ്റൊന്ന് വൈറസ്. ലഹരി എന്തെല്ലാം ഉണ്ടാക്കി? ഉമ്മയെ കൊല്ലുന്ന മക്കളെ നമ്മൾ കണ്ടു, ഉപ്പയെ കൊല്ലുന്ന മക്കളെ നമ്മൾ കണ്ടു. ലഹരിയുടെ വിൽപ്പനയുടെ ഒരു വലിയ കേന്ദ്രമായിട്ട് മലബാർ മാറുന്നു. താമരശ്ശേരിയിൽ മുകളിലേക്ക് കയറിയാൽ വയനാട്, വലത്തോട് തിരിഞ്ഞാൽ കോഴിക്കോട് ബീച്ച്. ഇതിന്റെ ഇടയിലുള്ള ഒരു ജിയോഗ്രഫി അതിഭീകരമായ അവസ്ഥയിലേക്ക് മാറുന്നു. എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്? നമ്മുടെ നാട് ഒരു ലിബറൽ സ്റ്റേറ്റ് ആയിട്ട് മാറണം. ലിബറൽ സ്റ്റേറ്റ് ഇതാരും നടപ്പിലാക്കിയതാണ്. ഞാൻ രാഷ്ട്രീയം പറയുന്നതല്ല. കേരളത്തിന്റെ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി അവർ ട്വീറ്റ് ചെയ്ത ഒരു ട്വിറ്റർ നമ്മൾ മനസ്സിലാക്കണം, അത് നമ്മൾ വായിക്കണം. കേരളം മാറുന്നു. കേരളം മാറാനുള്ള ഒരു സമവാക്യം എന്താണ്? കേരളം ഇപ്പോൾ ഒരു ഹെട്രോ നോർമേറ്റീവായ അവസ്ഥയിലാണ്. അത് ക്യൂർ നോർമേറ്റീവിലേക്ക് മാറുന്നു. ക്യൂർ, പാശ്ചാത്യ നാട്ടിൽ മുടങ്ങിയ ഒരു സിദ്ധാന്തമാണ് ക്യൂർ. നമ്മുടെ നാട്ടിലെ ഹെട്രോനോർമേറ്റീവ്, ഒരു കുഞ്ഞ് ജനിക്കുന്നു, വളരുന്നു, വികസിക്കുന്നു, പഠിക്കുന്നു, കുടുംബത്തിന്റെ തണലിൽ ജീവിക്കുന്നു, സമൂഹത്തിന് അവൻ ഒരു നല്ല ഇൻഡിവിജ്വൽ, ഒരു സിവിലൈസ്ഡ് ഇൻഡിവിജ്വൽ, ഒരു സംസ്കാര സമ്പന്നനായ വ്യക്തിയായിട്ട് അവൻ നിലകൊള്ളുന്നു. എന്നാലോ അതിനനുസരിച്ചുകൊണ്ട് അവൻ വിവാഹിതനാകുന്നു. ഇവിടെ കൃത്യമായ ജൈവികമായ മനുഷ്യന്റെ ജീവിതക്രമം ഈ നാട്ടിൽ നിലനിൽക്കുന്നു. ഇതിന്റെ നേരെതിര് ഒരാൾക്ക് എങ്ങനെ വേണമെങ്കിലും ജീവിക്കാം. ഈ സിദ്ധാന്തം നടപ്പിൽ വരുത്തിയിട്ട് അതിന്റെ അലയൊലികൾ കേരളത്തിൽ ഓരോ ദിവസവും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഓരോ ദിവസവും കേരളത്തിൽ ആണുമാണും കല്യാണം കഴിച്ചു. കേരളത്തിലെ ഏറ്റവും വലിയ ഫാസിസ്റ്റ് വിരുദ്ധ പ്രഭാഷകൻ അദ്ദേഹത്തിന്റെ ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടു, ഇതാ കേരളം മാറുന്നു. കേരളത്തിലെ സാംസ്കാരിക നായകർ, കേരളത്തെ നശിപ്പിക്കുന്ന യൂട്യൂബേഴ്സ്, നമ്മൾ മനസ്സിലാക്കണം, ആധുനിക യുവതയെ തകർക്കുന്ന യൂട്യൂബേഴ്സ്. ഉമ്മയ്ക്ക് നിന്നോട് സ്നേഹമുണ്ടോ? പെണ്ണും കല്യാണം കഴിച്ചിട്ട് ഉമ്മക്ക് നിന്നോട് സ്നേഹമുണ്ടോ? ഉമ്മ എങ്ങനെയാണ് നീ ഇപ്പൊ നോക്കിക്കാണുന്നത് എന്ന് ചോദിച്ചിട്ട് മീഡിയയുടെ മുമ്പിൽ ഉമ്മ എന്ന് പറയുന്ന മാതൃസ്ഥാപനത്തിന്റെ ആത്മീയ അടിത്തറകൾ തകർക്കുന്ന ആധുനിക കേരളത്തിന്റെ ശവന്തീന യൂട്യൂബേഴ്സിനെ പ്രിയപ്പെട്ടവരെ നമ്മൾ കണ്ടറിയേണ്ടതുണ്ട്. അവരാണ് നമ്മുടെ കാലിനടിയിൽ നിന്ന് മണ്ണെടുത്തു കൊണ്ടുപോകുന്നത്. അവരാണ് നമ്മുടെ കാലിനടിയിൽ നിന്ന് ഈ മതത്തിന്റെ ജൈവികമായ വേരിനെ ഇല്ലാതെയാക്കി നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനെതിരെ പ്രതികരിക്കാൻ നമുക്ക് സാധിക്കണം. ഞാൻ ആലോചിക്കുകയാണ്, കോളേജ് പഠിക്കുന്ന കാലത്ത് ജോൺ ലോക്കിനെ നമ്മൾ പഠിച്ചിരുന്നു. 17-18 നൂറ്റാണ്ടുകളിൽ
യൂറോപ്യൻ രാജ്യത്ത് ഭരണകൂടത്തിനെതിരെ ഒരു സ്വതന്ത്രവാദം കടന്നു വന്നു. തീർത്തും ഭരണകൂട വിമർശന പ്രത്യയശാസ്ത്രം. അതിന്റെ പേരാണ് ലിബറലിസം. ആദ്യം അത് തുടങ്ങിയത് തോമസ് ഹോബ്സ്, അതിനുശേഷം അതിനെ ആധികാരികവൽക്കരിച്ചത് ജോൺ ലോക്ക്. ജോൺ ലോക്കിന്റെ ദ ലെറ്റേഴ്സ് കൺസേണിംഗ് ടോളറേഷൻ എന്ന് പറയുന്ന പുസ്തകത്തിൽ അവർ പറഞ്ഞു, ദിസ് ഇസ് എ റിലിജൻ വിച്ച് ഇസ് അഗൈൻസ്റ്റ് ഓൾ ദ റിലിജൻസ് ഓഫ് ദിസ് വേൾഡ്. ഇത് ലോകത്തിലെ ഒരു മതമാണ്, അത് ലോകത്തുള്ള സർവ്വ മതത്തിനുമെതിരാണ്. ഞങ്ങളുടെ മതത്തിലേക്ക് വരൂ. അവരുടെ രണ്ടാമത്തെ അജണ്ടയായിരുന്നു അത്. ആദ്യം ഭരണകൂടത്തെ ആക്രമിക്കുകയും പിന്നീട് മതത്തെ ആക്രമിക്കുക. എല്ലാ മതവാദികളും എല്ലാ വിശ്വാസികളും അവരുടെ വിശ്വാസം ഉപേക്ഷിച്ചുകൊണ്ട് ഞങ്ങളിലേക്ക് വരൂ. സർവ്വ സ്വതന്ത്രമായ ഒരു ജീവിതം നിങ്ങൾക്ക് എങ്ങനെയും ഈ ലോകത്തെ ആസ്വദിക്കാം. ഇംഗ്ലീഷിൽ സാധാരണ പറയാറുണ്ട്, എൻജോയിങ് ലൈഫ് ടു ദ ലീസ്. എൻജോയിങ് ലൈഫ് ടു ദ ലീസ്. നമ്മുടെ ജീവിതത്തെ ലീസാക്കി മാറ്റുക. മലയാളത്തിൽ പറഞ്ഞാൽ നമ്മൾ കരിമ്പ് ജ്യൂസിന്റെ ചണ്ടി ഉണ്ടല്ലോ, അതുപോലെ നമ്മുടെ ജീവിതത്തെ അടിച്ചുപൊളിച്ച് തീർക്കുക. ആ അവസ്ഥയിലേക്ക് കടന്നു വരൂ എന്ന സിദ്ധാന്തം ഉത്പാദിപ്പിക്കപ്പെട്ടു. അതിനെതിരെ ഏറ്റവും ശക്തമായി പോരടിക്കേണ്ടതാരാണ്? ഈ രാജ്യത്തെ കമ്മ്യൂണിസ്റ്റ് പ്രത്യയശാസ്ത്രമാണ്, സംശയമില്ല. കാരണം കമ്മ്യൂണിസ്റ്റ് പ്രത്യയശാസ്ത്രത്തിന്റെ ശക്തമായ രാഷ്ട്രീയ പ്രതിപക്ഷത്ത് നിൽക്കുന്നത് ആരാണ്? ഇവിടുത്തെ സാമ്രാജ്യത്വമാണ്. ജോൺ ലോക്ക് സാമ്രാജ്യത്വത്തിന്റെ വ്യക്തിയാണ്. തോമസ് ഹോബ്സ് സാമ്രാജ്യത്വത്തിന്റെ വ്യക്തിയാണ്. അവർ മതങ്ങൾക്കെതിരെ ഉത്പാദിപ്പിച്ച ഒരു പ്രത്യയശാസ്ത്രം കേരളത്തിന്റെ മതപരമായ ഒരു സാമൂഹിക ഭൂമികയിലേക്ക് ഇങ്ങനെ കൊണ്ടുവന്ന് ഇന്ത്യയെ, കേരളത്തെ ലിബറൽ വൽക്കരിക്കുന്ന ഒരു ആശയത്തെ നമ്മൾ കാണുന്നു. എന്നിട്ട് ഇവിടെ ഹെഡോണിസ്റ്റിക് പ്രിൻസിപ്പിൾ, ഇൻഡിവിജ്വാലിസം. ഒരാൾക്ക് ഒരു വ്യക്തിയുടെ ആസ്വാദനങ്ങൾക്ക് ആരെതിരാണെങ്കിലും, മതം, സമൂഹം, വീട്, കുടുംബം, ബന്ധങ്ങൾ ഇതെല്ലാം എതിരാണെങ്കിൽ അവരെ ഇല്ലാതെയാക്കുക, അവരെ വകഞ്ഞു മാറ്റുക. എന്നിട്ട് ആസ്വാദനത്തിന്റെ പുതിയ മേച്ചിൽ പുറങ്ങളിലേക്ക് നമ്മൾ കടന്നു ചെല്ലുക. ഇങ്ങനെ ഒരു ആശയം അത്ഭുതകരമായിട്ട്, ഇത് വേണമെങ്കിൽ ഒരു പാശ്ചാത്യ നാടിന്റെ ഒരു മിനിയേച്ചർ ഐഡിയോളജി എന്ന അർത്ഥത്തിൽ നമുക്ക് പറയാമായിരുന്നു. എന്നാൽ നമ്മുടെ നാട്ടിലേക്ക് ഈ ആശയം കടന്നു വരികയാണ്. നമ്മൾ ആലോചിച്ച് നോക്കണം. അങ്ങനെയാണ് കേരളം ഇപ്പൊ മാറിക്കൊണ്ടിരിക്കുന്നത്. വലിയ മാറ്റമാണ്. ആ മാറ്റങ്ങളൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഒരു പ്രാർത്ഥനയുണ്ട്. എന്താണ് ആ പ്രാർത്ഥന? റബ്ബന ഗ്ഫിർ ലി വലി വാലിദയ്യ വലിൽ മുഅ്മിനീന യൗമ യഖൂമുൽ ഹിസാബ്. വിചാരണ നിലവിൽ വരുന്ന ദിവസം അല്ലാഹുവേ, എനിക്കും എന്റെ മാതാപിതാക്കൾക്കും സത്യവിശ്വാസികൾക്കും നീ പുറത്തിടണമേ എന്നാണ്. മാതാപിതാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഇബ്രാഹിം പ്രവാചകന്റെ ഉജ്ജ്വലമായ ആദർശബന്ധിതമായ മാതൃസ്നേഹത്തിന്റെയും പിതൃസ്നേഹത്തിന്റെയും പ്രാർത്ഥനകൾ അവതരിപ്പിച്ച വിശുദ്ധ ഖുർആനിന്റെ ഈ മതം ഞങ്ങൾക്ക് വേണ്ട എന്ന് പുതിയ തലമുറ തീരുമാനിക്കുന്ന ഒരു ലോകത്തിലൂടെയാണ് നാം കടന്നു പോകുന്നത്. നമ്മളുടെ പ്രതിരോധം, നമ്മൾ സായുധരാവേണ്ടത് മത അധ്യാപനങ്ങളിലൂടെയാണ്. ഞാൻ ആവർത്തിക്കുകയാണ്, നമ്മൾ സായുധരാവേണ്ടത് മത അധ്യാപനങ്ങളിലൂടെയാണ്. മതത്തിന്റെ അധ്യാപനങ്ങൾക്ക് മുകളിൽ നിൽക്കാൻ ലോകത്തൊരു പ്രത്യയശാസ്ത്രത്തിനും കഴിയില്ല. മാനുഷികതയും മതവും ഏറ്റുമുട്ടിയാൽ, മാനുഷികതയും ദൈവികതയും ഏറ്റുമുട്ടിയാൽ അവിടെ വിജയിക്കുന്നത് ദൈവികതയാണ് എന്ന് നമ്മുടെ പ്രിയപ്പെട്ട മക്കളെ നമ്മൾ പറഞ്ഞു മനസ്സിലാക്കണം. അവർ സെർച്ച് ചെയ്യാണ് ഇൻസ്റ്റാഗ്രാമിൽ, അവർ സെർച്ച് ചെയ്യാണ് യൂട്യൂബിൽ. ഹാപ്പിനെസ്, എന്താണ് ഹാപ്പിനെസ്? ഇൻസ്റ്റാഗ്രാമിൽ മക്കൾ സെർച്ച് ചെയ്യുമ്പോൾ അവർ കാണുന്നത് സ്വിറ്റ്സർലാൻഡ് ആണ്. ലോകത്തിലെ ഏറ്റവും വശീകരണ ശക്തിയുള്ള ഒരു മാഗ്നറ്റിക് പവറുള്ള നാടാണ് സ്വിറ്റ്സർലാൻഡ്. അതിന്റെ രമ്യഹർമ്മങ്ങൾ, മലനിരകൾ, പച്ചപ്പുകൾ, അവിടുത്തെ വസന്തകാലത്ത് ഒഴിഞ്ഞു നിൽക്കുന്ന പൂക്കൾ, ഇതെല്ലാം കണ്ടുകൊണ്ട് ഏറ്റവും വലിയ ഉന്മാദമായ ഒരു ഫാന്റസിയിലേക്ക്, ഒരു ഉന്മാദമായ ഭാവനാത്മകമായ ജീവിതത്തിന്റെ ഒരു സംസ്കാരത്തിലേക്ക് നമ്മുടെ മക്കൾ ഉയരുമ്പോൾ അവർ തിരിച്ചറിയണം, സ്വിറ്റ്സർലാൻഡിലല്ല ലോകത്തെ ഏറ്റവും വലിയ സന്തോഷമുള്ളത് എന്ന്. നമ്മുടെ വീട്ടിലാണ്, നമ്മുടെ ഉമ്മയുടെ മടിത്തട്ടിലാണ്, നമ്മുടെ ഉപ്പയുടെ കൂടെയുള്ള സഹവാസമാണ്, നമ്മുടെ മക്കൾക്കിടയിലുള്ള ആ ഓട്ടത്തിലാണ്. വീടെന്ന കൂരയ്ക്കകത്ത് നമ്മൾ അനുഭവിക്കുന്ന, പണ്ട് ഉള്ളൂർ എഴുതിയിട്ടുണ്ട്, അമ്മ എന്നെ മടിയിലിരുത്തി നല്ല ഉമ്മ തന്നു പഠിപ്പിച്ച പ്രാർത്ഥന, ഏറെയെല്ലാം മറന്നുപോയെങ്കിലും ഓർമ്മയിൽ ഉയിരാകുമാ ഈരടി. മാതൃത്വത്തിന്റെ ശബ്ദം മനസ്സിലെത്തുമ്പോൾ അത് ഓർമ്മയിൽ ജീവനായി ഉയിരായി അലയടിക്കുന്ന മക്കളുടെ സ്വാധീനത്താൽ സൃഷ്ടിക്കപ്പെടുന്ന ഒരു സമൂഹത്തെയാണ് പ്രിയപ്പെട്ടവരെ നമ്മളിവിടെ ഉണ്ടാക്കിയെടുക്കേണ്ടത്. എല്ലാ യൂട്യൂബേഴ്സും പറയാണ്, ഈ ലോകത്തെ ഏറ്റവും വലിയ ഹാപ്പിനെസ് ഇൻഡെക്സിൽ മുന്നിൽ നിൽക്കുന്ന രാജ്യം ഒന്ന് സ്വിറ്റ്സർലാൻഡ്, മറ്റൊന്ന് ഡെൻമാർക്ക്. ഈ രാജ്യങ്ങളിലാണ് മനുഷ്യർ ഏറ്റവും കൂടുതൽ സമാധാനം അനുഭവിക്കുന്നത് എന്നാണ്. തെറ്റാണത്. സ്വിറ്റ്സർലാൻഡിന്റെ ഏറ്റവും വലിയ ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റിന്റെ ചെയർമാൻ, സ്വിസ് ഹെൽത്ത് ഒബ്സർവേറ്ററിയുടെ ചെയർമാൻ ഡാനിയൽ ഷൂളർ, അദ്ദേഹം പറയുന്നുണ്ട്, ലോകത്ത് ഏറ്റവും കൂടുതൽ മാനസിക സംഘർഷം അനുഭവിക്കുന്ന, സമാധാനത്തോടു കൂടി ഉറങ്ങാൻ സാധിക്കാത്ത ഒരു വലിയ ജനസമൂഹം ജീവിക്കുന്നത് ഈ നാട്ടിലാണ്. ആ നാട്ടിലേക്കാണ് കേരളത്തിലെ ലിബറൽവാദികൾ ക്ഷണിച്ചുകൊണ്ടിരിക്കുക. നിങ്ങൾ പെണ്ണും കല്യാണം കഴിച്ചോ, നിങ്ങൾ ആണും കല്യാണം കഴിച്ചോ, കേരളം മാറുന്നു. കേരളത്തിന്റെ ക്യാമ്പസുകളുടെ നിരത്തുകളിൽ മുഴുവൻ ഇവിടുത്തെ കുത്തഴിഞ്ഞ ജീവിത സങ്കല്പത്തെ അവതരിപ്പിച്ചുകൊണ്ട് ഒരു പുതിയ മാറ്റത്തിന് ആരാണ് മുമ്പിൽ നിൽക്കുന്നത്, അവരെ ആശയപരമായി എതിരിടാൻ സാധിക്കുന്നവർക്ക് മാത്രമാണ് ഇന്നത്തെ കാലത്ത് മുജാഹിദ് എന്ന വാക്ക് നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കുകയുള്ളൂ. നിങ്ങൾ ആലോചിച്ച് നോക്കുക, എതിരിടണം, നമ്മൾ പോരാടണം. മത അധ്യാപനങ്ങൾ കൊണ്ട് നമ്മൾ സായുധമായ പോരാട്ടം നടത്തി നമ്മുടെ മക്കളെ ഈ മതത്തിന്റെ കരവലയത്തിലേക്ക് നമ്മൾ കൊണ്ടുവരണം. കുൻതും ഖൈറ ഉമ്മത്തിൻ ഉഖ്രിജത് ലിന്നാസ് തഅമുറൂന ബിൽ മഅറൂഫ് വതൻഹൗന അനിൽ മുൻകർ വതുഅ്മിനൂന ബില്ലാഹ്. നിങ്ങളാണ് ഉത്തമ സമുദായം. തഅമുറൂന ബിൽ മഅറൂഫ് വതൻഹൗന അനിൽ മുൻകർ. നിങ്ങൾ നന്മ കൽപ്പിക്കുക, നിങ്ങൾ തിന്മ വിരോധിക്കുക. ഇസ്ലാമിൽ ഹറാം ഹറാമും ഹലാൽ ഹലാലുമാണ്. അത് രണ്ടും കൂടിച്ചേർന്ന, ഇടപഴകിയ, പരസ്പരം ഒട്ടി നിൽക്കുന്ന ഒരു ആധേയ ഭാവം സ്വീകരിക്കുന്ന ഒന്നല്ല ഇസ്ലാം. ഇസ്ലാമിന്റെ നിലപാട് അത് പാതിരാത്രിയിലും, അത് ക്യാമ്പസിനകത്തും, അത് സമൂഹത്തിന്റെ ഉള്ളിലും, ജീവിതത്തിന്റെ എല്ലാ നിറങ്ങളുള്ള പരിസരങ്ങളിലും ഒന്നാണ് എന്ന് പ്രിയപ്പെട്ടവരെ നമ്മുടെ മക്കളെ പറഞ്ഞു പഠിപ്പിക്കണം. പുതിയ കാലത്ത് കാലം നമ്മളോട് ആവശ്യപ്പെടുന്ന ഏറ്റവും വലിയ പ്രവർത്തനമാണിത്. നമ്മൾ ആലോചിച്ച് നോക്കണം. അതുകൊണ്ട് നമ്മൾ ജിഹാദിന് ഇറങ്ങണം, എല്ലാ അർത്ഥത്തിലും ജിഹാദ്. വജാഹിദു ഫില്ലാഹി ഹഖ്ക ജിഹാദിഹി ഹുവ ഇസ്തബാകും വമാ ജഅല അലൈക്കും ഫിദ്ദീനി മിൻ ഹറജ് മില്ലത അബീക്കും ഇബ്രാഹിം. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ മാർഗ്ഗത്തിൽ, മില്ലത്തിൽ ജിഹാദിന് ഇറങ്ങണമെന്നാണ്. ഈ ലിബറലിസം കൊണ്ടുവന്നതാണ് ലഹരി. എല്ലാ സ്ഥലത്തും ലഹരിയാണ്. ഞാൻ ചെറുപ്പത്തിൽ വിചാരിച്ചത് ഇതൊരാളുടെ പേരാണെന്നാണ്. ഹരി എന്നൊക്കെ പോലെ ലഹരി എന്ന് പറഞ്ഞ ഒരാളുടെ പേരാണെന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷെ ഇന്ന് ലഹരി, നിങ്ങൾ കണ്ടോ, ഹൈദരാബാദിലെ ഒരു ഡോക്ടറെ ഇന്ത്യയിലെ പ്രമുഖമായ ഒരു പോലീസ് പിടിച്ചിരിക്കുന്നു. എന്താ കാരണം? ആ ഡോക്ടറുടെ കയ്യിൽ വലിയ ഗ്രാം
ലഹരി ഉണ്ട് എന്നതാണ്. ഒരു ഡോക്ടറുടെ 2012 ബ്രിട്ടനിൽ അവസാനിച്ച ഡോക്ടർമാരുടെ കോൺക്ലേവ്, ആ കോൺക്ലേവിൽ അവസാനം അവർ മദ്യപിച്ചുകൊണ്ടാണ് അവരുടെ കോൺക്ലേവ് അവസാനിപ്പിച്ചത്. എങ്ങനെ മക്കളെ നോക്കണം, ഏത് മരുന്ന് കൊടുക്കണം, എന്ത് വിദ്യാഭ്യാസം കൊടുക്കണം, എന്ത് സംസ്കാരം കൊടുക്കണം, എങ്ങനെ ഹീലിംഗ്, എങ്ങനെ മാനസികവും ശാരീരികവുമായ സുഖത്തിന്റെ അവസ്ഥയിലേക്ക് സമൂഹത്തെ കൊണ്ടുപോകണം എന്ന വെളിച്ചം നൽകാൻ വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്നവരുടെ മഹാസമ്മേളനം ലഹരി വിതരണം ചെയ്തുകൊണ്ട് അത് അവസാനിപ്പിച്ചു എന്ന് പറഞ്ഞാൽ ആർക്കാണ് ഇവിടെ വിമോചനത്തിന്റെ പാത കാണിച്ചു കൊടുക്കാൻ കഴിയുക? അത് മതത്തിന് മാത്രമേ കഴിയുള്ളൂ. അതുകൊണ്ട് പ്രബുദ്ധമായ ഒരു സമൂഹമായിട്ട് നമ്മൾ ഉയർന്നു വരണം. നിലപാടുള്ളവർ, നട്ടലുള്ളവർ, കാലുകൾക്ക്, മനസ്സിന്, ബുദ്ധിക്ക് ആശയപരമായ പിൻബലമുള്ള ഒരു ആശയ പോരാട്ടത്തിന് നമ്മുടെ ജീവിതത്തിന്റെ കർമ്മകാലത്തെ നമ്മൾ മുന്നിൽ വെക്കണം. പ്രിയപ്പെട്ടവരെ, ഞാൻ വാക്കുകൾ ദീർഘിപ്പിക്കുന്നില്ല. നമ്മൾ ആലോചിച്ച് നോക്കൂ, നമ്മുടെ നാട്ടിൽ എത്ര മക്കളാണ്. എനിക്ക് ഓർമ്മയുണ്ട്, ഒരു NIT പഠിക്കുന്ന അർഷിദ് എന്ന ബാലൻ തന്റെ പ്രിയപ്പെട്ട ഉമ്മയെ നമസ്കാരപ്പായൽ അടിച്ചു കൊന്നത് ഞാനൊക്കെ പഠിക്കുന്ന കാലത്താണ്. അത് എത്രയോ 15 വർഷങ്ങൾക്ക് മുമ്പാണ്. ഇന്ന് അത്തരം വാർത്തകൾ നിരന്തരം. താമരശ്ശേരിയിൽ പോലീസ് വരുമ്പോ ഒരു ലഹരി ഉപയോഗിക്കുന്ന ഒരു വിദ്യാർത്ഥി ആദ്യം കഞ്ചാവ് വിഴുങ്ങുന്നു, പിന്നെ MDMA വിഴുങ്ങുന്നു. പോലീസ് സ്റ്റേഷനിൽ എത്തുമ്പോൾ അവൻ പോലീസുകാരോട് പറയാണ്, ഞാൻ 2 പാക്കറ്റ് വിഴുങ്ങിയിട്ടുണ്ട്, ഒന്ന് കഞ്ചാവാണ്, മറ്റൊന്ന് MDMA ആണ്. നേരെ കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകുന്നു. മെഡിക്കൽ കോളേജിന്റെ ഡോക്ടർ കൺസൾട്ടേഷൻ റൂമിലേക്ക് എത്തുന്നതോട് കൂടിയിട്ട് ഇവന്റെ ശാരീരികമായ അവസ്ഥകൾ മാറുന്നു, ഇവന്റെ നോർമലായ അവസ്ഥകൾ മാറുന്നു, ഇവൻ മരണപ്പെടുന്നു. കണ്ടാൽ സുന്ദരൻ, കണ്ടാൽ സുമുഖൻ. എങ്ങനെയാണ് ഇവന്റെ കയ്യിലേക്ക് എത്തപ്പെട്ടത്? ആധുനിക സിനിമകൾ, ലോകത്ത് ആഘോഷിക്കപ്പെടുന്ന സിനിമകൾ, നമ്മുടെ മക്കൾ സെലിബ്രിറ്റികളാണ് എന്ന് തീരുമാനിച്ചിരിക്കുന്നവർ, അവരുടെ ലോകത്ത് നിറഞ്ഞാടുന്ന ലഹരി മാഫിയകളുടെ ഒരു വലിയ കമ്പോളവൽക്കരണത്തിന് നമ്മുടെ നാട് മാറിയതിന്റെ പിന്നിൽ ആരൊക്കെയാണ് പ്രതികളെന്ന് പ്രിയപ്പെട്ടവരെ നമ്മൾ തിരിച്ചറിയണം. ഉമ്മ ഇല്ലാതെയായില്ലേ? വളരെ അടുത്ത കാലത്ത് മഞ്ചേരിയിലെ മുനിസിപ്പാലിറ്റിയിൽ ഒരു മുനിസിപ്പാലിറ്റി കൗൺസിലർ വാഹനം നിർത്തുന്നതുമായി ബന്ധപ്പെട്ട സംസാരത്തിൽ വാഹനത്തിൽ നിന്ന് ഇറങ്ങിയപ്പോ ആരോടാണോ സംസാരിച്ചത് അതിലെ ഒരു യുവാവ് കല്ലെടുത്ത് തലക്കടിച്ചു. അദ്ദേഹം തൽക്ഷണം മരണപ്പെട്ടു. പിന്നീട് പോലീസ് അന്വേഷണം നടത്തി. അതിന്റെ അന്വേഷണ വാർത്തകൾ അവസാനം എത്തിയപ്പോൾ പോലീസ് പറഞ്ഞു അത് ഒരു ലഹരി അഡിക്റ്റ് ആയിരുന്നു. ഞാൻ പറയാ, ഇന്നത്തെ ലോകത്തിന്റെ ഏറ്റവും വലിയ ആതുര സേവന പ്രവർത്തനം എന്ന് പറയുന്നത് ലഹരി അഡിക്റ്റ് ആയ ഒരാളെ അതിൽ നിന്ന് മോചിപ്പിക്കുകയാണ്. സമൂഹം കണ്ണു തുറക്കണം, എന്നിട്ട് പ്രതികരിക്കണം. നമ്മുടെ നാടിനെ ധാർമ്മികവൽക്കരിക്കണം. മോറലൈസ് ഓൾ ദോസ് ഡിമോറലൈസ്ഡ് സെറ്റപ്സ് ഓഫ് ദ സൊസൈറ്റി. നമ്മുടെ സമൂഹത്തിൽ അധാർമികവൽക്കരിക്കപ്പെട്ട സർവ്വതിനെയും നമ്മൾ മോറലൈസ് ചെയ്യണം. മാത്രമല്ല നമ്മൾ മാനവികവൽക്കരിക്കണം. ഇന്നത്തെ ഏറ്റവും വലിയ പ്രശ്നം എന്താണ്? ഡീഹ്യൂമനൈസേഷൻ എന്ന് പറഞ്ഞാൽ മനുഷ്യത്വമില്ലാതെയാകുന്ന അവസ്ഥ. അവിടെ നമ്മൾ നിർവഹിക്കേണ്ടത് റീഹ്യൂമനൈസേഷൻ, അവരെ മനുഷ്യത്വത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാന്നുള്ളതാണ്. മനുഷ്യത്വമില്ലാതെ മാതാവിനെ കൊല്ലുന്ന, ഉമ്മയെ ഇല്ലാതെയാക്കുന്ന, സഹോദരങ്ങളെ വെട്ടിപ്പരിക്കേൽപ്പിക്കുന്ന, തന്റെ കാമുകിയെ കൊന്നുതള്ളുന്ന, എല്ലാവരെയും ഇല്ലാതെയാക്കിയിട്ട് ഉറഞ്ഞുതുള്ളുന്ന ഈ ലഹരി കലാപകാരികളുടെ മുമ്പിൽ നമുക്ക് പറയാനുള്ളത് ഇസ്ലാമിന്റെ അധ്യാപനങ്ങൾ മാത്രമാണ്. പ്രവാചകന്റെ കാലം, മദ്യമൊഴുകിയിരുന്ന കാലം, ഏറ്റവും സജീവമായി മദ്യവിൽപ്പന നടത്തിയിരുന്ന ഒരു കാലം നമ്മൾ ആലോചിക്കുക. ആ കാലത്ത് അന്നത്തെ ബാറിൽ, ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞാൽ അന്നത്തെ ബാറിന്റെ മുതലാളിയാണ് അബൂതുൽഹത്തിന്റെ കടയിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ആളാണ് അനസ്. അനസിനോട് അബൂതുൽഹത്ത് പറയും, അനസേ, ഇവിടെ കള്ളുകുടിക്കാൻ വരുന്നവരുടെ കോപ്പയിൽ നീ കൊണ്ടുപോയി കള്ളൊഴിച്ചു കൊടുക്കണമെന്നാണ്. ഒരു ദിവസം അങ്ങനെ ഒഴിച്ചു കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു കുട്ടി എന്തോ ചൊല്ലിയിട്ട് ഇങ്ങനെ കയറി വരുന്നുണ്ട്. അബൂതുൽഹത്ത് അനസിനോട് പറയുന്നുണ്ട്, യാ അനസ് ഇസ്തമി മാദാ യഖൂൽ ഫഇന്നഹു മുനാദി റസൂലില്ലാ. അനസേ, ആ വരുന്ന കുട്ടി ചില്ലറക്കാരനല്ല, ഫഇന്നഹു മുനാദി റസൂലില്ലാ, പ്രവാചകന്റെ അധ്യാപനങ്ങൾ പറയുന്ന കുട്ടിയാണവൻ. അതുകൊണ്ട് അവൻ പറയുന്നത് എന്താണെന്ന് നീ ശ്രദ്ധിച്ചു കേൾക്കണം അനസേ എന്ന് പറയാണ്. അപ്പൊ വിശുദ്ധ ഖുർആന്റെ ഒരു ആയത്തിറങ്ങിയ സമയം ആ ആയത്ത് ചുണ്ടിലൂടെ ലോകത്തിന് കൈമാറിക്കൊണ്ട് കുട്ടി അന്നത്തെ ബാറിന്റെ അരികിലൂടെ ഓടി വരികയാണ്. ഫഹൽ അൻതും മുൻതഹൂൻ, നിങ്ങൾ മദ്യത്തിൽ നിന്ന് വിരമിക്കാൻ തയ്യാറുണ്ടോ? അന്നത്തെ മദ്യമുതലാളി, അന്നത്തെ ഡ്രഗ് വിൽപ്പനയുടെ ടൈക്കൂൺ എന്ന് പറയാൻ സാധിക്കുന്ന അബൂതുൽഹത്ത് അനസിനോട് പറയുന്നു, നീ പോയിട്ട് മഴ കൊണ്ടുവാ, നമ്മളിവിടെ വിൽക്കാൻ വേണ്ടി സൂക്ഷിച്ചു വെച്ച എല്ലാ മദ്യപാത്രങ്ങളെയും തച്ചുടക്ക്, എല്ലാം ഉടച്ചുകളയ്. ഇനി ഒരാളുടെ നാവ് കൊണ്ട് നമ്മൾ മദ്യം രുചിപ്പിക്കില്ല, ഇനി ഇവിടെ മദ്യ വിൽപ്പനയില്ല. നമ്മൾ ആലോചിച്ച് നോക്കണം. ഇതാണ് ഇസ്ലാം. കുല്ലു മുസ്കിരിൻ ഹറാം, ലഹരി ഉണ്ടാക്കുന്നത് എല്ലാം ഹറാമാണ്. മെഡിക്കൽ ഷോപ്പിൽ ചില ആളുകൾ അവർക്ക് ചില സിറപ്പ് കുപ്പികളുമായിട്ട് കയറി വരും. എന്തിനാണത്? അത് അവരുടെ ലഹരിയാണ്. MDMA മാത്രമാണോ? ആഷിഷ്, കൊക്കൈൻ ലോക മാർക്കറ്റിൽ, ഇന്റർനാഷണൽ മാർക്കറ്റിൽ വൻ വിലയുള്ള വസ്തുക്കൾ കേരളത്തിൽ സുലഭമായി ലഭിക്കുന്നു എന്നറിയുമ്പോൾ ആരാണ് പ്രതികരിക്കേണ്ടത്? നമ്മുടെ പൊളിറ്റിക്സ് മാറണം. നമ്മുടെ പൊളിറ്റിക്സ്, മോറൽ പൊളിറ്റിക്സ്, ധാർമ്മികമായ രാഷ്ട്രീയത്തിന് നമ്മൾ കൂടുതൽ പ്രാധാന്യം കൊടുക്കണം. എന്തുകൊണ്ട്? നമ്മുടെ മക്കൾ നശിക്കും. അവരുടെ ഏറ്റവും വലിയ ശേഷി ചിന്താശേഷിയാണ്. ഞാൻ മക്കളെ അടിച്ചാക്ഷേപിക്കല്ല. കഴിഞ്ഞ റമദാനിൽ കോഴിക്കോട്ടെ മെഡിക്കൽ കോളേജിന്റെ അരികിലൂടെ വാഹനം ഓടിച്ചു വരുമ്പോൾ അവിടെ ബക്കറ്റിൽ പിരിവെടുക്കുന്ന മക്കളുണ്ട്. എന്തിനാണ് അവര് സ്വന്തം സുഹൃത്തിന്റെ കിഡ്നി മാറ്റിവെക്കൽ ശസ്ത്രക്രിയക്ക് പണം പിരിക്കാൻ വേണ്ടിയിട്ട് റമദാനിനെ കൊടും ചൂടിൽ 2:30 അവര് ഒരു ബക്കറ്റ് പിരിവുമായി കടന്നു വരുന്ന ഒരു സംഘത്തെ കാണുമ്പോൾ അഭിമാനം തോന്നുകയാണ്. അങ്ങനെ എത്രയോ ആളുകൾ നമ്മുടെ കൂട്ടത്തിലുണ്ട്. അവരെ നമ്മൾ ചേർത്ത് പിടിക്കുക. ലഹരിക്ക് അടിമപ്പെട്ടവരെ പതുക്കെ അതിൽ നിന്ന് നമ്മൾ മോചിപ്പിക്കുക. അതിന്റെ ഒരു കണക്കെടുക്കുക. നമ്മുടെ നാട്ടിൽ ഒരു വിദ്യാർത്ഥി പോലും സ്വന്തം ഉമ്മയെ ചവിട്ടുന്ന, സ്വന്തം ഉപ്പയെ കൊല്ലുന്ന അവസ്ഥയിലേക്ക് ലഹരി മാഫിയെ തളച്ചു വളരാൻ സാധിക്കാത്ത വിധം ഒരു മുന്നണി പോരാട്ടം നമ്മൾ നിർവഹിക്കേണ്ടതുണ്ട്. ലഹരി ഉപയോഗിച്ചാൽ എന്താ സംഭവിക്കുക? ലഹരി ഉപയോഗിച്ചാൽ പലതും സംഭവിക്കും. ഒന്നൊരാളെ നോർമൽ അല്ലാതെയാവും. മറ്റൊന്ന് അവന്റെ ജൈവിക ഘടന, അവന്റെ ശരീരത്തിന്റെ ഘടനകൾ ഇല്ലാതെയാവും. ഒന്ന്, അവന്റെ കണ്ണിനകത്ത് അള്ളാഹു സംവിധാനിച്ച ഒരു പ്രത്യേകതരം കോശങ്ങളുണ്ട്. ഇപ്പൊ ഞാൻ ഈ കാണുന്ന ലൈറ്റ്, അത് ഞാൻ എന്റെ കണ്ണുകൊണ്ട് ഈ ലൈറ്റ് കാണുകയും അതിന്റെ നിറം ഇന്നതാണ് എന്ന് ഞാൻ മനസ്സിലാക്കുകയും എന്റെ കണ്ണിന്റെ മുകളിലുള്ള കോൺസെൽസ് എന്ന് പറയുന്ന പ്രത്യേകമായ കോശത്തിലൂടെ എന്റെ ബുദ്ധിയിലേക്ക് ആശയ സംവേദനം നടക്കുകയും ചെയ്യുകയാണ്. കോൺസെൽസ് ലഹരി ഉപയോഗിച്ചാൽ ആ കോൺസെൽസിന്റെ പ്രവർത്തനം ഇല്ലാതെയാവും. പിന്നെയോ അതിനേക്കാൾ വലുത് എന്താണ്? അതിനേക്കാൾ വലുത് മനുഷ്യന്റെ പ്രതിരോധ സംവിധാനം തകർക്കപ്പെടുമെന്നാണ്. മനുഷ്യന്റെ പ്രതിരോധ സംവിധാനം
മനുഷ്യന്റെ പ്രതിരോധ സംവിധാനം തകർക്കപ്പെടുമെന്നാണ് പിന്നീട് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്താ മനുഷ്യന്റെ പ്രതിരോധ സംവിധാനം? നമുക്കൊരു പനി വന്നു, ഒരു ജലദോഷം വന്നു, ശരീരം ഒന്ന് കുഴങ്ങി, ഒരു വല്ലാത്ത പ്രയാസം ഉണ്ടായി. എന്ത് സംഭവിക്കും? നമ്മുടെ ശരീരത്തിന്റെ പ്രതിരോധ സംവിധാനം ഉണരും. ശരീരത്തിലേക്ക് വൈറസ് കയറിയാൽ, ശരീരത്തിലേക്ക് ചില അസുഖങ്ങൾ കടന്നു വന്നാൽ നമ്മുടെ ശരീരത്തിന്റെ പ്രതിരോധ സംവിധാനം ഉണരും. നമ്മൾ പഹൽഗാമിൽ യുദ്ധം കണ്ടു, പൂഞ്ചിൽ മിസൈൽ ആക്രമണം നമ്മൾ കണ്ടു. അങ്ങനെ അക്രമത്തിന്റെ പലതും നമ്മൾ കണ്ടു. എന്നാലോ നമ്മുടെ ശരീരത്തിന്റെ അകത്ത് ഒരു വൈറസ് കയറിയാൽ അള്ളാഹു ആദ്യം ഉൽപ്പാദിപ്പിക്കുന്ന ചില പ്രത്യേകമായ കോശങ്ങളുണ്ട്. അതിന്റെ പേര് ഫാഗോസൈറ്റ്സ് എന്നാണ്. ഫാഗോസൈറ്റ്സ്. ആ ഫാഗോസൈറ്റ്സ് ശരീരത്തിന്റെ അകത്തെ വൈറസിനെതിരെ ശക്തമായിട്ട് അവർ പോരാടും. അസുഖം മാറിയില്ലേ, അടുത്തത് കടന്നു വരുന്നത് മാക്രോഫാഗസ് ആണ്. മാക്രോഫാഗസ് വീണ്ടും പോരടിക്കും, അസുഖം മാറിയില്ലേ, പിന്നീട് കടന്നു വരുന്നത് ഓക്സിലറി ബി സെൽസ് ആണ്. ഈ ഓക്സിലറി ബി സെൽസ് വീണ്ടും പോരടിക്കും, അസുഖം മാറിയില്ലേ, പിന്നെ കടന്നു വരുന്നത് ഓക്സിലറി ടി സെൽസ് ആണ്. ഈ 4 പ്രതിരോധ സംവിധാനത്തിന്റെ പ്രതിരോധ പ്രവർത്തനങ്ങളിൽ നമ്മുടെ അസുഖം മാറിയിട്ടില്ലെങ്കിൽ ശരീരത്തിനകത്ത് നിന്ന് വീണ്ടും ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന അടുത്ത പ്രതിരോധ വിഭാഗം എന്ന് പറയുന്നത് ഒപ്രസീവ് സെൽസ് ആണ്, അടിച്ചമർത്തുന്ന വിഭാഗം. അവർ കടന്നു വന്നിട്ട് നമ്മുടെ ശരീരത്തെ പരിപൂർണമായി പഴയ അവസ്ഥയിലേക്ക് എത്തിക്കും. എന്നിട്ടോ അള്ളാഹു മെമ്മറി സെൽസ്, ഓർത്തുവെക്കുന്ന കോശങ്ങളെ ഉൽപ്പാദിപ്പിക്കും. ഭാവിയിൽ ഈ അസുഖം വന്നാൽ ഏത് മാക്രോഫാഗസ് ആണോ, ഫാഗോസൈറ്റ്സ് ആണോ, ഓക്സിലറി ബി സെൽസ് ആണോ, ഓക്സിലറി ടി സെൽസ് ആണോ ഉപയോഗിച്ചുകൊണ്ട് ഈ അസുഖം മാറിയത്, അത് ആദ്യം എടുത്ത് പ്രയോഗിച്ചിട്ട് നമ്മുടെ ശരീരത്തെ ഒരു ബയോ കാസിൽ, ചെറിയ മുണ്ടം അബ്ദുൽ ഹമീദ് മദനിയുടെ ഒരു പ്രസംഗമുണ്ട്, ഒരു പ്രസ്താവനയുണ്ട്. അദ്ദേഹം പറയുന്നുണ്ട്, മനുഷ്യ ശരീരം എന്ന് പറയുന്നത് ഒരു ബയോ കാസിലാണ്, ഒരു ജൈവ കോട്ടയാണ്. ആ കോട്ടയെ ഈ മയക്കുമരുന്ന് ലഹരി ഉപയോഗം തകർക്കും. അപ്പോ നമ്മുടെ പ്രതിരോധ സംവിധാനം തകരും, നമ്മുടെ നോർമലാകുന്ന അവസ്ഥ മാറും. പിന്നെ ലഹരിയാണ് കിട്ടുന്നതൊക്കെ. വെള്ളം ചേർക്കാതെടുത്തോ രമർദിന്നു സമമാം നല്ലിളം കള്ള് ചെല്ലിൻ വെള്ള ഗ്ലാസിൽ പകർന്നങ്ങനെ ചെല്ലും തോതിൽ ചെലുത്തി രുചിഗതികൾ തമാശത്വമേളിപ്പതേക്കാൾ സ്വർഗലോകത്തും ലഭിക്കലുപരി ഒരു സുഖം പോക വേദാന്തമേ നീ. ഒരു കവി എഴുതിയതാണ്, പോക വേദാന്തമേ നീ. ഞങ്ങൾക്ക് ഒന്നും വേണ്ട, ഞങ്ങൾക്ക് വേദാന്തങ്ങൾ വേണ്ട, ഞങ്ങൾക്ക് ഖുർആൻ വേണ്ട, ഗീത വേണ്ട, ബൈബിൾ വേണ്ട, ഒന്നും വേണ്ട, ഞങ്ങൾക്ക് കള്ളുമതി എന്നാണ്, ഞങ്ങൾക്ക് ലഹരി മതി എന്നാണ്. എന്നാൽ അള്ളാഹുവിന്റെ പ്രവാചകൻ പറയാണ്, കുല്ലു മുസ്കിരിൻ ഹറാം, ലഹരി ഉണ്ടാക്കുന്നത് എല്ലാം ഹറാമാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ കേരളത്തെ നമ്മൾ കാത്തുരക്ഷിക്കുക. നമ്മുടെ നാട് മലപ്പുറത്തെ ആളുകൾ ആക്രമിക്കുകയാണ്. ഞാൻ അതുകൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം. മലപ്പുറത്തെ ആളുകൾ ആക്രമിക്കുകയാണ്. ഇത് ഒരു വർഗീയതയുടെ ദേശമാണ്, ഒരു വംശീയതയുടെ ദേശമാണ്. അങ്ങനെയാണോ മലപ്പുറം? അല്ല. ഈ മലപ്പുറത്താണ് മലയാള ഭാഷ. തുഞ്ചത്ത് എഴുത്തച്ഛൻ ശാരീരം തത്തമ്മയെ കൊണ്ട് ശാരീരം പാടിപ്പിച്ച മലയാളം. തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛന്റെ എല്ലാ ആശയങ്ങളെയും അക്ഷരങ്ങളെയും വികസിപ്പിച്ച നാട്. വള്ളത്തോളിന്റെ MT-യുടെ, അതുപോലെ തന്നെ കേരളത്തിൽ ആദ്യമായി ഇറക്കപ്പെട്ട കേരളത്തിന്റെ ചരിത്ര പുസ്തകമായ തുഫത്തുൽ മുജാഹിദീനിന്റെ, അതിന്റെ ഗ്രന്ഥകർത്താവ് സൈനുദ്ദീൻ മഖ്ദൂമിന്റെ നാടാണിത്. മതേതരത്വത്തിന്റെ നാട്, മാനവികതയുടെ നാട്, വാരിയംകുന്നന്റെ നാട്. ഇത് വാരിയംകുന്നന്റെ നാടാണ്. കോട്ടക്കുന്നിന്റെ മുകളിൽ ബ്രിട്ടീഷ് പട്ടാളം വാരിയംകുന്നനെ വെടിവെക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുപോയിട്ട് വാരിയംകുന്നനോട് പല ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ ചിരിച്ചുകൊണ്ട്, ധൈര്യമുണ്ടെങ്കിൽ എന്നെ നെഞ്ചത്തേക്ക് വെടിവെക്കടോ എന്ന് പറഞ്ഞ വാരിയംകുന്നന്റെ മണ്ണാണിത്. ഖുർആൻ പരിഭാഷകൾ ഇറങ്ങിയ മണ്ണാണിത്. നമ്മൾ ആലോചിക്കാം, അമാനി മൗലവിയുടെ ധീരമായ 28 വർഷക്കാലത്തെ അദ്ദേഹത്തിന്റെ ധീരമായ ചുവടുവെപ്പ്, നമ്മൾ അറിയാത്ത 1000 മനസ്സുകളിൽ ലക്ഷോപലക്ഷം വരുന്ന ഹൃദയങ്ങളിലേക്ക് ഖുർആനിന്റെ ആശയമൊഴുകിയ ഒരു സ്ഥലമാണിത്. അങ്ങനെയുള്ള ഒരു നാടിന്റെ സാംസ്കാരിക പാരമ്പര്യത്തെ അങ്ങ് കേരളത്തിന്റെ അറ്റത്തുനിന്ന് ഇതിനെ വെല്ലുവിളിക്കുന്ന ഈ മലപ്പുറത്തിന്റെ മതേതരത്തെ തകർക്കാൻ പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്ന മനുഷ്യരുടെ മുമ്പിൽ നമുക്ക് പറയാനുള്ളത്, യാ അയ്യുഹന്നാസ് ഇന്നാ ഖലഖനാകും മിൻ ദക്കരിൻ വ ഉൻസ വജഅൽനാകും ശുഊബൻ വഖബാഇല തഅറഫു ഇന്ന അക്രമകും ഇൻദല്ലാഹി അത്ഖാകും. ഞങ്ങൾ ഇവിടെ ഒരുമിച്ച് തിരിച്ചറിഞ്ഞ് ജീവിക്കുന്നവരാണ്. ഞങ്ങളെ രണ്ടായി കാണാൻ, വണ്ടൂരിനെ വണ്ടൂരായും കൊണ്ടോട്ടിയെ കൊണ്ടോട്ടിയായും വിഭജിക്കാൻ, ഇവിടുത്തെ ഹിന്ദുവിനെ ഹിന്ദുവായും മുസൽമാനെ മുസൽമാനുമായി വിഭജിക്കാൻ സാധിക്കാത്ത വിധം ഇഴയെടുപ്പമുള്ള ഒരു നാട്. പെരിന്തൽമണ്ണയിൽ നിന്ന് വണ്ടൂരിലേക്ക് വരുമ്പോൾ നമ്മൾ എല്ലാവരും കാണുന്ന ഒരു ഇല്ലമുണ്ട്. അത് പൂന്താനം നമ്പൂതിരിയുടെ ഇല്ലമാണ്. ഞാനപ്പാണ് നൽകിയ പൂന്താനം. പൂന്താനം എഴുതിയിട്ടുണ്ട്, കൂടെയെല്ലാ ജനിക്കുന്ന നേരത്തും കൂടെയെല്ലാ മരിക്കുന്ന നേരത്തും മധ്യൈകനെ കാണുന്ന നേരത്ത് മത്സരിക്കുന്നതെന്തിനു നാമൃത. നമ്മൾ ഒരുമിച്ചല്ല ജനിച്ചത്, ഒരുമിച്ചല്ല മരിക്കുക. അതിനിടയിലുള്ള ജീവിതത്തിൽ എന്തിനാണ് മത്സരം? പൂന്താനത്തിന്റെ നാട് നമ്മൾ ആലോചിക്കുക, പ്രബോധനത്തിന്റെ നാട്. ശക്തമായ മതപ്രസ്ഥാനങ്ങളുടെ വേരുറങ്ങുന്ന ഈ മലപ്പുറത്തിന്റെ മതേതരത്തെ തകർക്കാൻ ആര് ശ്രമിച്ചിട്ടും കാര്യമില്ല. അതാണ് നമുക്ക് പറയാനുള്ളത്. ഇസ്ലാഹി പ്രസ്ഥാനം അതിന്റെ മുമ്പിലുണ്ടാകും. ഈ ആശയപരമായ പോരാട്ടത്തിൽ മാനവികതയുടെ മുദ്രാവാക്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് മലപ്പുറത്തിന്റെ മതേതരത്വത്തിന്റെ സംരക്ഷണ ഉത്തരവാദിത്തം ഏറ്റെടുത്തുകൊണ്ട് ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ കർമ്മയൗവനം അതിന്റെ മുമ്പിൽ ഉണ്ടാകുമെന്ന് മാത്രം പ്രഖ്യാപിച്ചുകൊണ്ട് ഫഅലം അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ഈ ആദർശത്തിന്റെ സംരക്ഷണ പാതയിൽ തെറ്റില്ലാതെ, വ്യതിയാനമില്ലാതെ, വക്രതയില്ലാതെ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കണം. ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ വേദികളിൽ പ്രസംഗിക്കുന്ന പലരും ഖുതുബ നടത്തി ഇറങ്ങുമ്പോൾ നിലപാടുകൾ മാറ്റും. ഒരാഴ്ച പ്രസംഗിച്ചത് പിറ്റത്തെ ആഴ്ചയിൽ മാറ്റും. അലി മദനി മറയൂർ അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ സൂചിപ്പിച്ചതുപോലെ അടിക്കടി ആശയ ആദർശങ്ങൾ മാറ്റി, നിലപാടുകൾ മാറ്റിയിട്ട് പ്രബോധന രംഗം ഏറ്റവും ശക്തമായി തശ്വീഷ് ഉണ്ടാക്കി, മനുഷ്യർക്കിടയിൽ സംശയമുണ്ടാക്കി, തൗഹീദിന്റെ കടക്കൽ കത്തിവെക്കാൻ പരിശ്രമിക്കുന്നവർക്കെതിരെ ഫഅലം അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്, നിങ്ങൾ അറിയണം, നിങ്ങളുടെ മനസ്സിന്റെ മന്ത്രങ്ങൾ അറിയുന്ന ലോകത്തിന്റെ ഒരേ ഒരു നാഥൻ മനുഷ്യന്റെ എല്ലാ കഴിവുകളും നഷ്ടപ്പെടുത്തുന്നിടത്ത് അവൻ ഉയർത്തേണ്ടത്, അവന്റെ കരങ്ങൾ ഉയരേണ്ടത് റബ്ബിലേക്കാണ് എന്ന് പഠിപ്പിക്കപ്പെടുന്ന വമയ്യുശാഖിഖി റസൂല മിൻ ബഅദി മാ തബയ്യന ലഹുൽ ഹുദാ വയത്തബി ഗൈറ സബീലിൽ മുഅ്മിനീന നുവല്ലിഹി മാ തവല്ല
വനുസ്ലിഹി ജഹന്നമ വസാഅത് മസീറ. പ്രവാചകന്റെ അധ്യാപനങ്ങൾ അനുസരിക്കുന്നവർ, തൗഹീദ് സ്വീകരിക്കുന്നവർ, അതിൽ അടിയുറക്കുന്നവർ, അതിൽ നിന്ന് തെറ്റിപ്പോയവരെ അള്ളാഹു തള്ളിക്കളയുമെന്ന് പ്രബോധനം ചെയ്തുകൊണ്ട് അവരെ തൗഹീദിന്റെ പാതയിലേക്ക് ക്ഷണിക്കുന്ന ഈ പ്രസ്ഥാനത്തിന്റെ പ്രബോധന പ്രവർത്തനങ്ങൾ ആശയപരമായ ധാർമ്മികമായ വിജയം വരിച്ചുകൊണ്ട് മുന്നേറും. ഈ വണ്ടൂർ സമ്മേളനം കേരളത്തിലെ മുഴുവൻ മണ്ഡലങ്ങൾക്കും കേരളത്തിലെ മുഴുവൻ ജില്ലകൾക്കും ഇസ്ലാഹിന്റെ ആദർശം നെഞ്ചേറ്റുന്ന സർവർക്കും പ്രചോദനദായകമായി ചരിത്രത്തിന്റെ താളുകളിൽ നിലനിൽക്കട്ടെ എന്ന് പ്രത്യാശിച്ചുകൊണ്ട് ഇതിനുവേണ്ടി കഷ്ടപ്പെട്ട, ഇതിന് സമയം ചെലവഴിച്ച, ഇതിന് ആരോഗ്യം നൽകിയ, ഇതിന് സമയം നൽകിയ, ഇതിനുവേണ്ടി ചിന്തകൾ മാറ്റിവെച്ച, ഇതിനുവേണ്ടി ദിവസങ്ങൾ മാറ്റിവെച്ച സംഘാടകർക്ക് അർഹമായ പ്രതിഫലം നാഥൻ നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ചിന്തനീയമായ വാക്കുകൾ